റെമ്യൂണറേഷൻ സംബന്ധിച്ച് പല പ്രൊഡ്യൂസേഴ്സിനോടും തല്ലുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ യൂഷ്വലി തുടങ്ങുമ്പോ തന്നെ ഫുൾ പൈസ വാങ്ങിച്ചിട്ടാണ്? അല്ല, അങ്ങനെയല്ല. ആദ്യം തൊട്ട് തുടങ്ങും. ദേ ये देने का है, रखने का है, मिलने का है. ഇത് പറഞ്ഞു തീരണതിന് മുന്നേ ഒരു പൈസയൊക്കെ അക്കൗണ്ടിൽ. ഐ എം വെരി ക്ലിയർ. I only work for money and I need my salary. Correct. I am very clear about it. I know freebies. I don't do ഒരു ഫ്രീ വർക്ക് ഇല്ല, ഒന്നുമില്ല, ആർക്കും വേണ്ടിയും ചെയ്യാറില്ല. അത്രേ ഉള്ളൂ. അത് തന്നെ വേണം അല്ലേ? നമ്മുടെ എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയാൻ പോവാണ്. എന്തായാലും നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളെ എന്നെ പറ്റി പറയാൻ പോകുള്ളൂ. അതുകൊണ്ട് എനിക്ക് പുല്ലാണ്. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും വർക്ക്ഔട്ടും ഡയറ്റും ഞാൻ മുടക്കാറില്ല. അതെല്ലാം ചെയ്യാറുണ്ടോന്ന് തോന്നുന്നു. ആണല്ലേ? ഇനിയൊന്നും പറയാനില്ലെന്നാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ? ചോദിക്കരുതായിരുന്നു, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ചോദിക്കരുതായിരുന്നു. ഒരാക്കലായിരുന്നു, എന്നെ വിളിച്ച് ചെയ്തതാണ്, ഇത് ചെയ്യിപ്പിച്ചതാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. മലയാള സിനിമയിൽ ഒരു ബോൾഡ് ചേഞ്ച് കൊണ്ടുവന്നത് ഞാനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഉണ്ടല്ലോ. അത് നിങ്ങൾക്കുണ്ട്. താങ്ക് യു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശ്വേത ചേച്ചിയെ കുറിച്ച് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയുമ്പോ എല്ലാവരും നമ്മൾ ഈ രതി നിർവേദം ഒക്കെ ചിന്തിച്ചു പോകുമല്ലോ. ഞാനില്ലേ, എനിക്ക് എപ്പോഴും ചേച്ചിയെ കുറിച്ച് ഓർമ്മ വരുന്നത് ജലശൈലി, ആ പാട്ടാണ്. ആ പാട്ട് ചേച്ചി പാടൂ. യോ നോ വേ. എന്നാലും പ്ലീസ്. ലാപ്ടോപ്പ്, മദേഴ്സ് ലാപ്ടോപ്പ്. അത് സിനിമ ചെയ്ത് അത് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു സുരേഷ് ഗോപിന്റെ അമ്മേന്റെ റോളാണ്. അപ്പൊ ഞാൻ ചെയ്യില്ല. അപ്പൊ പറഞ്ഞില്ല, ഇത് സുരേഷ് ഏട്ടൻ അമ്മേനെ പറ്റി ആലോചിക്കുന്ന സമയത്താണ് ഈ പാട്ടും ഇതെല്ലാം. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ഷോർട്ട് ഫിലിം, ബ്യൂട്ടിഫുള്ളി. ഒരു പാട്ടും ഞാൻ പാടൂല, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ തീരില്ല. സംഗതികളെല്ലാം ഇളകിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ലാസ്റ്റ് റൗണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ കുറിച്ചും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് കുറ്റങ്ങൾ പറയാം. അതെ, സത്യം. ഇവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാം. അതാണ് ആദ്യത്തെ ആള് നിത്യദാസ്. പള്ളിമണയിൽ കൂടെ അഭിനയിച്ച ആളാണ്. കുറെ ദിവസമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നായിരിക്കും. ശരിയല്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? No, it was nice to work because എന്താ പറയാ, നിത്യാന്റെ ക്യാരക്ടർ ടോട്ടലി എന്റെ ക്യാരക്ടറിന്റെ total opposite ആയിരുന്നു. So it was good to see her and good to see her coming back. Very good. Welcome.